നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എന്താണ് പാചകകല? പാചകകലയല്ല, പാലാട്ടിന്റെ കലയാണ്. ശുദ്ധമായ ചേരുവകൾ ചേർത്ത് പാരമ്പര്യ കല. പാലാട്, രുചി ലോകത്തെ സമ്രാട്ട്. യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ജലപീരങ്കി പ്രയോഗിച്ചത് പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ മാർച്ചിനിടെ MLAയും CPMനെയും പോലീസിനെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ. തൊടുപുഴ മൂലമറ്റത്ത് മാതാപിതാക്കളെ വെട്ടിക്കൊന്ന മകനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മൂലമറ്റം സ്വദേശി കുമാരൻ, ഭാര്യ തങ്കമ്മ എന്നിവർ വെട്ടേറ്റു മരിച്ചത് ബുധനാഴ്ച. ഇവരുടെ മകൻ അജേഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോലീസ് അന്വേഷിക്കുന്നതിനിടെ. പെൻഷൻ മുടങ്ങിയതിനെതിരെ യാതനാ സമരത്തിനിറങ്ങിയ അടിമാലി സ്വദേശിനി മറിയക്കുട്ടി നൽകിയ ഹർജിയിൽ സർക്കാരിനെ വിമർശിച്ച് ഹൈക്കോടതി. മറിയക്കുട്ടിക്ക് പെൻഷൻ നൽകിയേ തീരുവെന്ന് കോടതി പറഞ്ഞു. പണം കൊടുക്കാൻ വയ്യെങ്കിൽ മരുന്നിന്റെയും ആഹാരത്തിന്റെയും ചെലവെങ്കിലും കൊടുക്കൂവെന്നും ഹൈക്കോടതി. കാഞ്ചിയാർ അഞ്ചുരുളിയിൽ സ്വകാര്യ വ്യക്തി അവകാശവാദം ഉന്നയിച്ച സർക്കാർ ഭൂമിയിലെ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കി. നിർമ്മിതികൾ പൊളിച്ചുമാറ്റിയത് ജല അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ. അതേസമയം കോടതി നിർദ്ദേശം ലംഘിച്ചാണ് ഉദ്യോഗസ്ഥർ കെട്ടിടങ്ങൾ പൊളിച്ചതെന്നും ആരോപണം. വിശദമായ വാർത്തകൾ. യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെയാണ് ജലപീരങ്കി പ്രയോഗിച്ചത്. MLAയും CPMനെയും പോലീസിനെയും മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ടുള്ള പ്രസംഗത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വിമർശിച്ചു. വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റ് ലയത്തിൽ 6 വയസ്സുകാരിയെ പീഡനത്തിനിരയാക്കി കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയ കേസിലെ പ്രതിയെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി ഉത്തരവിൽ പ്രതിഷേധിച്ചും കേസന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ പോലീസ് നടപടിക്കെതിരെയുമാണ് യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. വണ്ടിപ്പെരിയാർ ചുരക്കുളം കവലയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ദേശീയപാതയിൽ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷന് മുമ്പിൽ പോലീസ് തടഞ്ഞു. പോലീസ് സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡുകൾ മറികടക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് നടന്ന സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഈ നാട്ടിലെ നമ്പർ 1 ഗുണ്ടയായ പിണറായി വിജയന് കൊടുക്കുന്ന സംരക്ഷണം കൊടുത്തിട്ടല്ലേ അവരെ സ്റ്റേഷനിലെ ജീപ്പിനകത്തേക്ക് കയറ്റിവിട്ടത്. ആ പോലീസാ നിൽക്കുന്നുള്ള ബോധ്യം നിങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന നല്ലതാ. അതുകൊണ്ട് ഇങ്ങോട്ടും വെക്കിട്ട് കയറാനായിട്ട് വന്നേക്കരുത്. സമാധാനത്തോടെ ഈ സമരം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അനാവശ്യമായി പോലീസ് പ്രകോപനം ഉണ്ടാക്കാനായിട്ട് നിൽക്കരുത്. നിങ്ങള് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സമരവുമായി വരുമ്പോ ആളെ കൊന്നിന് 5 പോലീസ് എന്ന ക്രമത്തിൽ നിൽക്കുക. ആ ഭയമുള്ളത് ഈ നാട്ടിലെ പോലീസിന് നല്ലതാ. അമ്മാതിരി കൊള്ളരുതായ്മയാണ് നിങ്ങൾക്ക് ഈ കേരളത്തിന്റെ പൊതുവീതിയിൽ യൂത്ത് കോൺഗ്രസ്സുകാരോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സേനയ്ക്ക് ലിമിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്ന് കരുതി താഴെ പാർട്ടി ഓഫീസിൽ നിങ്ങളുടെ എക്സ്റ്റൻഡഡ് ഫോഴ്സായ DYFIയുടെ തെമ്മാടികളെ നിർത്തിയിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ട് തന്നെയായി സമരവുമായിട്ട് മുന്നോട്ട് വന്നത്. ഞങ്ങൾ ഈ സമരം ചെയ്തത് ആ 6 വയസ്സുകാരിയായ പെൺകുട്ടിയുടെ കുടുംബത്തിന്, ആ പെൺകുട്ടിയെ സ്നേഹിക്കുന്ന ഈ നാടിന്, ആ പെൺകുട്ടി കൊല്ലപ്പെട്ടപ്പോ ആ പെൺകുട്ടിക്ക് വേണ്ടി ഒരൊറ്റ കണ്ണീര് വീണ ഈ നാട്ടിലെ മുഴുവൻ മലയാളികൾക്കും വേണ്ടിയിട്ടുള്ള സമരമാണ് യൂത്ത് കോൺഗ്രസ് നടത്തുന്ന ധർമ്മ സമരം എന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മാർച്ച് തിരികെ CPM പാർട്ടി ഓഫീസിന് മുന്നിലെത്തിയപ്പോൾ CPM പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. കയ്യാങ്കളിയും കല്ലേറുമായതോടെ പോലീസ് ലാത്തി വീശി. 3 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും CPM പ്രവർത്തകർക്കും പരിക്കേറ്റു. തുടർന്ന് ഇരുകൂട്ടരും ടൗണിൽ പ്രകടനം നടത്തി. പോലീസ് ഇടപെട്ട രംഗം ശാന്തമാക്കുകയായിരുന്നു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ, DCC പ്രസിഡന്റ് CP മാത്യു, മറ്റ് നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു.
വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റിലെ 6 വയസ്സുകാരിയുടെ മാതാപിതാക്കളെ സന്ദർശിച്ച് കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ. രാഷ്ട്രീയ നേട്ടത്തിനല്ല ഒരിക്കലും കോൺഗ്രസ് ഈ കുടുംബത്തിനൊപ്പം നിൽക്കുന്നത്. കേരളത്തിൽ തന്നെ ഇത്തരം ഒരു സംഭവം ഇനി ഉണ്ടാകാൻ പാടില്ല എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. രാഷ്ട്രീയ പ്രേരിതമായി ഇത്തരം കേസുകളെ കാണുന്നത് ആർക്കും ഭൂഷണമല്ല. കക്ഷി രാഷ്ട്രീയത്തിന്റെ കുഴൽക്കണ്ണാടിയിലൂടെ നോക്കിക്കണ്ട് സ്വന്തം ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം ഈ വിധിന്യായത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നും ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു. ഒരിക്കലും ആ കുഞ്ഞിനെ തിരിച്ച് ആ കുടുംബത്തിന് കൊടുക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷേ ഈ നാട്ടിലെ ഇത്തരത്തിലൊരു സംഭവം ഇനി ഒരിക്കലും ഉണ്ടാകരുത് എന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കുന്ന രക്ഷിതാക്കളാണ് ഞങ്ങളൊക്കെ. പക്ഷേ ഈ കേസിൻ്റെ വിധി വന്നപ്പോൾ വല്ലാത്ത പ്രയാസമുണ്ടായി, വല്ലാത്ത ഞെട്ടലുണ്ടായി. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കുറ്റകരമായിട്ടുള്ള അനാസ്ഥയാണ് ആ വിധിയിൽ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. കൃത്യമായി അന്വേഷണം നടത്തി ഈ പെൺകുഞ്ഞിൻ്റെ ജീവൻ അപഹരിച്ച ആളുകളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്നുള്ള ഉദ്ദേശ ലക്ഷ്യം എന്തുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇല്ലാതെ പോയി എന്നുള്ള ചോദ്യചിഹ്നമാണ് നമ്മുടെ മുന്നിലുള്ളത്. രാഷ്ട്രീയ പ്രേരിതമായി ഇത്തരം കേസുകളെ കാണുന്നത് ആർക്കും ഭൂഷണമല്ല. രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കുഴൽക്കണ്ണാടിയിൽ കൂടി ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളെ നോക്കിക്കണ്ട് അതിനകത്തുകൂടി സ്വന്തം ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പെടാപ്പാടുകൾ ഈ വിധിന്യായത്തിലൂടെ തന്നെ നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതൊക്കെ അങ്ങേയറ്റം ക്രൂരതയാണെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. തൊടുപുഴ മൂലമറ്റത്ത് മാതാപിതാക്കളെ വെട്ടിക്കൊന്ന മകനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ബുധനാഴ്ചയാണ് മൂലമറ്റം സ്വദേശി കുമാരൻ, ഭാര്യ തങ്കമ്മ എന്നിവർ വെട്ടേറ്റ് മരിച്ചത്. പോലീസ് അന്വേഷിക്കുന്നതിനിടെ ഇവരുടെ മകൻ അജേഷിനെ വീടിന് സമീപത്തുള്ള നച്ചാർപുഴയിലെ കുറുങ്കയം ഭാഗത്ത് മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ബുധനാഴ്ച രാവിലെയാണ് മൂലമറ്റം ചേറാടി കീരിയാനിക്കൽ കുമാരൻ, ഭാര്യ തങ്കമ്മ എന്നിവരെ വെട്ടേറ്റ നിലയിൽ കണ്ടെത്തിയത്. കുമാരൻ സംഭവസ്ഥലത്ത് വെച്ചു തന്നെ മരിച്ചിരുന്നു. കട്ടിലിനടിയിൽ വെട്ടേറ്റ നിലയിൽ കണ്ടെത്തിയ തങ്കമ്മയെ തൊടുപുഴയിലുള്ള ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും വഴിയിൽ വെച്ച് മരിക്കുകയായിരുന്നു. കുമാരന്റെയും തങ്കമ്മയുടെയും മകൻ അജീഷിന് ചൊവ്വാഴ്ച രാത്രി റോഡിൽ വീണ് പരിക്കേറ്റിരുന്നു. അജീഷിനെ അയൽവാസിയായ ബിന്ദു മൂലമറ്റത്തെ സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയ ശേഷം തിരിച്ച് വീട്ടിലെത്തിച്ചു. പിന്നീട് അജീഷിനെ കുറിച്ച് വിവരമൊന്നുമില്ലായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. അജീഷിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു. പോലീസ് അന്വേഷിക്കുന്നതിനിടയിലാണ് അജീഷിനെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീടിന് സമീപത്തെ നച്ചാർപുഴയിലെ കുറുങ്കയം ഭാഗത്ത് മരത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മാതാപിതാക്കളായ കുമാരനെയും തങ്കമ്മയെയും കൊലപ്പെടുത്തിയ ശേഷമാണ് അജീഷ് ആത്മഹത്യ ചെയ്തതെന്നാണ് പ്രാഥമിക നിഗമനം. പെൻഷൻ മുടങ്ങിയതിനെതിരെ യാതനാ സമരത്തിനിറങ്ങിയ അടിമാലി സ്വദേശിനി മറിയക്കുട്ടി നൽകിയ ഹർജിയിൽ സർക്കാരിനെ വിമർശിച്ച് ഹൈക്കോടതി. മറിയക്കുട്ടിക്ക് പെൻഷൻ നൽകിയേ തീരുവെന്ന് ഹൈക്കോടതി പറഞ്ഞു. അല്ലെങ്കിൽ 3 മാസത്തെ മറിയക്കുട്ടിയുടെ ചെലവ് സർക്കാർ ഏറ്റെടുക്കണം. മറ്റു കാര്യങ്ങൾക്ക് പണം ചെലവാക്കാൻ സർക്കാരിനുണ്ട്. പണം കൊടുക്കാൻ വയ്യെങ്കിൽ മരുന്നിന്റെയും ആഹാരത്തിന്റെയും ചെലവെങ്കിലും കൊടുക്കുമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. വിധവാ പെൻഷൻ കുടിശ്ശിക വേണമെന്നാവശ്യപ്പെട്ട് മറിയക്കുട്ടി നൽകിയ ഹർജിയിൽ കേന്ദ്രവിഹിതം കിട്ടിയിട്ടില്ലെന്ന് സംസ്ഥാന സർക്കാർ മറുപടി നൽകി. ക്രിസ്തുമസിന് പെൻഷൻ ചോദിച്ചു വന്നത് നിസ്സാരമായി കാണാനാവില്ലെന്ന് കോടതി പറഞ്ഞു. 78 വയസ്സുള്ള സ്ത്രീയാണെന്ന് കോടതി സൂചിപ്പിച്ചു. വേറെ വരുമാനമൊന്നുമില്ലെന്ന് മറിയക്കുട്ടിയുടെ അഭിഭാഷകൻ പറഞ്ഞു. 1600 രൂപയല്ലേ ചോദിച്ചുള്ളൂവെന്ന് കോടതി ആരാഞ്ഞു. മറിയക്കുട്ടിയുടെ പരാതി ആര് കേൾക്കുമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിച്ചു. സർക്കാരിന്റെ കയ്യിൽ പണമില്ലെന്ന് പറയരുതെന്ന് കോടതി ആവശ്യപ്പെട്ടു. പല ആവശ്യങ്ങൾക്കായി പണം ചെലവഴിക്കുന്നുണ്ട്. ഈ പണം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. കോടതിക്ക് പൗരന്റെ ഒപ്പം നിന്നേ പറ്റൂ. 1600 രൂപ സർക്കാരിന് ഒന്നും അല്ലായിരിക്കും. എന്നാൽ മറിയക്കുട്ടിക്ക് അതൊരു വലിയ തുകയാണ്. എന്തെങ്കിലും ഫെസ്റ്റിവൽസ് വേണ്ട എന്ന് വെക്കുന്നുണ്ടോ എന്നും കോടതി ചോദിച്ചു. സർക്കാർ മുൻഗണന നിശ്ചയിക്കണം. ഹർജി പരിഗണിക്കുന്നത് അടുത്ത ദിവസത്തേക്ക് മാറ്റി. സർക്കാർ മറുപടി നൽകണം. കേന്ദ്ര സർക്കാർ അഭിഭാഷകനും ഹാജരാകണം. ക്രിസ്തുമസ് സീസൺ ആണെന്ന് ഓർക്കണമെന്നും സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടു. കാഞ്ചാർ അഞ്ചുരുളിയിൽ സ്വകാര്യ വ്യക്തി അവകാശവാദം ഉന്നയിച്ച സർക്കാർ ഭൂമിയിലെ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കി. ബുധനാഴ്ച ഉച്ചയോടെ ജല അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് നിർമ്മിതികൾ പൊളിച്ചു മാറ്റിയത്. അതേസമയം കോടതി നിർദ്ദേശം ലംഘിച്ചാണ് ഉദ്യോഗസ്ഥർ കെട്ടിടങ്ങൾ പൊളിച്ചതെന്ന് അവകാശവാദം ഉന്നയിച്ച AM ചാക്കോ ആരോപിച്ചു. 5 പഞ്ചായത്തുകളിൽ കുടിവെള്ളം എത്തിക്കുന്ന ജൽജീവൻ മിഷൻ പദ്ധതിക്ക് ശുദ്ധീകരണ പ്ലാന്റ് നിർമ്മിക്കാൻ അഞ്ചുരുളിയിൽ KSEB അനുവദിച്ചിരുന്ന ഭൂമിയിലാണ് നരിയമ്പാറ സ്വദേശിയായ എട്ടിയിൽ ചാക്കോ അവകാശവാദം ഉന്നയിച്ച് കോടതിയെ സമീപിച്ചത്. എന്നാൽ കഴിഞ്ഞ നവംബർ 17-ന് ഇയാളുടെ കൈവശത്തിലിരിക്കുന്ന 3.30 ഏക്കർ ഭൂമിയിൽ 1 ഏക്കർ ഭൂമി റവന്യൂ സംഘം ഏറ്റെടുത്ത് ബോർഡ് സ്ഥാപിച്ചിരുന്നു. ഈ സ്ഥലത്തുണ്ടായിരുന്ന കെട്ടിടങ്ങളാണ് വാട്ടർ അതോറിറ്റി പൊളിച്ചു നീക്കിയത്. എന്നാൽ കട്ടപ്പന കോടതിയുടെ നിർദ്ദേശം ലംഘിച്ചാണ് ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ കെട്ടിടങ്ങൾ പൊളിച്ചതെന്ന് എട്ടിയിൽ ചാക്കോ ആരോപിച്ചു.
കാഞ്ചിയാർ പഞ്ചായത്തിൽ അഞ്ചുരുളി ഭാഗത്ത് എൻ്റെ പുരയിടത്തിൽ വാട്ടർ അതോറിറ്റിക്കാർ പ്രവേശിച്ച് അവിടെ മണ്ണ് പരിശോധനയും കെട്ടിടം വെക്കാനും അങ്ങനെയുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകൾ വരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അതിനെതിരെ ഞാൻ കോടതിയിൽ പോയി സ്റ്റേ വാങ്ങി. ആ സ്റ്റേ മറികടന്നുകൊണ്ട് ഇപ്പം ഇത് പുതുതായിട്ട് അവിടെ ഉണ്ടായിരുന്ന കെട്ടിടവും ഞാൻ താമസിച്ചു കൊണ്ടിരുന്ന കെട്ടിടവും അതിലുള്ള സകല സാധനങ്ങളും പെറുക്കി കിട്ടി കൊണ്ടുപോകുന്നു. അങ്ങനെ ഒരു നിയമവാഴ്ച യാതൊരു തരത്തിലും അംഗീകരിക്കാത്ത ഒരു ഗവൺമെൻറ്റോ അല്ലെ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണെന്ന് നമുക്ക് പല കാര്യം കൊണ്ട് വ്യക്തമായിട്ടുണ്ട്. കേസിൽ വിധിയുണ്ടാകുന്നതുവരെ സ്ഥലത്ത് പ്രവേശനം വിലക്കിയിട്ടുണ്ടെന്നും ഇത് ലംഘിച്ച് കെട്ടിടങ്ങൾ പൊളിച്ചത് കോടതി അലക്ഷ്യമാണെന്നും ചാക്കോ പറയുന്നു. ഓഗസ്റ്റിൽ ഇടുക്കി സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം കയ്യേറ്റം ഒഴിപ്പിക്കാൻ എത്തിയെങ്കിലും ഒരു വിഭാഗം ആളുകൾ തടഞ്ഞ സാഹചര്യമുണ്ടായിരുന്നു. ഇതിനുശേഷമാണ് ചാക്കോ ഹൈക്കോടതിയിൽ റിട്ട് ഹർജി നൽകിയത്. എന്നാൽ ഇത് കോടതി തള്ളി. പിന്നാലെ തഹസിൽദാരുടെ നേതൃത്വത്തിൽ സ്ഥലം തിരിച്ചുപിടിച്ച വാട്ടർ അതോറിറ്റിക്ക് കൈമാറുകയായിരുന്നു. പുതുവർഷപ്പിറവി ആഘോഷിക്കാൻ എന്ന പേരിൽ ഇടുക്കിയിലെ റിസോർട്ടുകൾ, ഹോട്ടലുകൾ എന്നിവ കേന്ദ്രീകരിച്ച് ലഹരി പാർട്ടികൾ നടത്തുന്നത് തടയാൻ പോലീസ് നടപടി തുടങ്ങി. ഇതിന്റെ ഭാഗമായി കുമളി തേക്കടി മേഖലയിലെ ഹോട്ടൽ റിസോർട്ടുകളുടെ സംഘടനയായ TDPCയുടെയും പോലീസിന്റെയും സംയുക്ത യോഗം ചേർന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ ക്രിസ്തുമസ്, ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി ലഹരി പാർട്ടി നടന്നത് വൻ വിവാദമായതോടെയാണ് ഈ വർഷവും പോലീസ് കടുത്ത ജാഗ്രതയിലേക്ക് നീങ്ങുന്നത്. ഇതിന്റെ ഭാഗമായി കുമളി, തേക്കടി മേഖലകളിലെ ഹോട്ടൽ റിസോർട്ടുകളുടെ സംഘടനയായ TDPCയുടെയും പോലീസിന്റെയും സംയുക്ത യോഗം ചേർന്നു. ലഹരി ഉപയോഗിക്കുന്നതെന്ന് സംശയം തോന്നുന്ന സംഘങ്ങൾ ഹോട്ടലുകളിൽ മുറികൾ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ പോലീസിനെ വിവരം അറിയിക്കാനും ഇതനുസരിച്ച് അവരുടെ വിലാസത്തിൽ നേരിട്ടെത്തി അന്വേഷിക്കാനുമാണ് പോലീസിന്റെ തീരുമാനം. കൂടാതെ അതിർത്തി കടന്നെത്തുന്ന ലഹരി വസ്തുക്കളും നിരോധിത ഉൽപ്പന്നങ്ങളും കണ്ടെത്തുന്നതിന് പോലീസ്, ഫോറസ്റ്റ്, എക്സൈസ് വകുപ്പുകൾ സംയുക്തമായി ഡോഗ് സ്ക്വാഡിന്റെ സഹകരണത്തോടെ പരിശോധന നടത്തുമെന്ന് കുമളി സർക്കിൾ ഇൻസ്പെക്ടർ ജോബിൻ ആന്റണി പറഞ്ഞു. ഈ വർഷത്തെ ക്രിസ്മസ്, ന്യൂ ഇയർ ആഘോഷങ്ങളോടനുബന്ധിച്ച് തേക്കടിയിലും കുമളിയിലും പരിസരത്തുള്ള സ്ഥലങ്ങളിലും കൂടുതൽ പോലീസിനെ വിന്യസിക്കാനും തിരക്ക് നിയന്ത്രിക്കാനും തീരുമാനമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിർത്തി കടന്ന് ലഹരി വസ്തുക്കളും നിരോധിത ഉൽപ്പന്നങ്ങളും കടന്നു വരുന്നത് തടയാനായിട്ട് പ്രത്യേകം ഡോഗ് സ്ക്വാഡിനെ ഉൾപ്പെടെ നിയോഗിച്ചുകൊണ്ട് ഫോറസ്റ്റ്, പോലീസ്, എക്സൈസ് വകുപ്പുകളുടെ സംയുക്തമായ പരിശോധന വരും ദിവസങ്ങൾ നടക്കും. അതുപോലെ തന്നെ റേവ് പാർട്ടികളും DJ പാർട്ടികളും നടക്കുന്നത് തടയാനായിട്ട് ലോഡ്ജുകളും ഹോം സ്റ്റേകളും റിസോർട്ടുകളും മറ്റും കേന്ദ്രീകരിച്ചുള്ള ബുക്കിങ്ങുകൾ മുൻകൂട്ടി നിരീക്ഷിച്ചുകൊണ്ടും രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ കൂടി സഹായത്തോടുകൂടി കർശന പരിശോധനകൾ നടത്താൻ തീരുമാനിച്ചു. അതിനോടനുബന്ധിച്ച് ഇന്ന് കുമളിയിലും പരിസരത്തുമുള്ള റിസോർട്ട് ഉടമകളുമായി ഒരു പ്രത്യേക മീറ്റിംഗ് ചേരുകയുണ്ടായി. അതിൽ ഇത്തരത്തിൽ വരുന്ന സംശയകരമായ ബുക്കിങ്ങുകളെല്ലാം പോലീസിൻ്റെ സഹായത്തോടുകൂടി നിരീക്ഷിക്കുന്നതിനും ഒരു ലഹരി പാർട്ടി ഈ വർഷം പുതുവർഷത്തോടനുബന്ധിച്ചും ക്രിസ്മസിനോടനുബന്ധിച്ചും കുമളിയിലും പരിസരത്തും നടക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും എടുക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. സംശയകരമായി തോന്നുന്ന കാര്യങ്ങൾ ഉടൻ പോലീസിനെ അറിയിക്കാൻ ഹോട്ടൽ ഉടമകളുടെയും പോലീസിന്റെയും സംയുക്ത വാട്സാപ്പ് ഗ്രൂപ്പുകളും ആരംഭിച്ചിട്ടുണ്ട്. ബുക്കിംഗുകൾ മുൻകൂട്ടി നിരീക്ഷിച്ച രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ സഹകരണത്തോടെ കർശന പരിശോധന നടത്തി ലഹരി ഉപയോഗം പോലുള്ള കുറ്റകൃത്യങ്ങൾ തടയാനാണ് പോലീസിന്റെ തീരുമാനം. കുമളി സർക്കിൾ ഇൻസ്പെക്ടർ ജോബിൻ ആന്റണി വിളിച്ചു ചേർത്ത യോഗത്തിൽ TDPC പ്രസിഡന്റ് DD പുന്നൻ, സെക്രട്ടറി ഗിരീഷ് കുമാർ, സംഘടനാ അംഗങ്ങൾ, റിസോർട്ട് ഉടമകൾ തുടങ്ങിയവർ പങ്കെടുത്തു. കുമളി ചെങ്കര ശങ്കരഗിരിയിൽ അയ്യപ്പഭക്തർ സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ടു. രാവിലെ 5:30ഓടെയാണ് അപകടമുണ്ടായത്. മധുര വിരുദ്ധനഗറിൽ നിന്നും ശബരിമലയ്ക്ക് പോയ അയ്യപ്പഭക്തർ സഞ്ചരിച്ചിരുന്ന വാൻ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. മധുരയിൽ നിന്നും ശബരിമല ദർശനത്തിനായി എത്തിയ 22 പേർ അടങ്ങിയ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. സംഭവം അറിഞ്ഞെത്തിയ പ്രദേശവാസികൾ വാഹനത്തിലുണ്ടായിരുന്നവരെ ചെങ്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ഇവിടുന്ന് പ്രാഥമിക ശുശ്രൂഷകൾ നൽകിയ ശേഷമാണ് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് തങ്ങളെ എത്തിച്ചതെന്ന് അപകടത്തിൽ പരിക്കേറ്റവർ പറഞ്ഞു. വണ്ടി റൂട്ട് தெரியாம ഡ്രൈവർ വന്ന് മോദി 10 പേരെയാണ് പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. തലയ്ക്ക് പരിക്കേറ്റ മണികണ്ഠനെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ICUവിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയവർ പറഞ്ഞു. നമ്മളെ വേറൊരാളെ വിളിച്ച് പറഞ്ഞാൽ അറിഞ്ഞത്. നമ്മളെല്ലാവരും കൂടി താഴെ പോയി അന്നാണ് തന്നെ വണ്ടിയെ കയറ്റി കൊണ്ടുവന്നു. ഇപ്പോൾ പുള്ളിക്ക് ഒരാൾക്ക് സീരിയസ് ആണ്, ICU കിടക്കുക. അവിടെ നിങ്ങൾ ചെന്നപ്പോൾ എന്നായിരുന്നു അവസ്ഥ? അവസ്ഥ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരെ വണ്ടി അടി കിടക്കുമായിരുന്നു. എല്ലാവരും കൂടി പിടിച്ച് വണ്ടിയെ കയറ്റുമായിരുന്നു. റോഡിൽ നിന്ന് താഴോട്ട് പോയത്? അല്ല, റോഡിൽ നിന്നല്ല, റോഡിൽ തന്നെ
പട്ടം താഴ്ത്തു. കുമളിയിൽ നിന്നും വഴിതെറ്റിയാണ് ഇവർ ചെങ്കരയിലെത്തിയത്. കുത്തിറക്കത്തിലുള്ള വളവിലാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം മറിഞ്ഞത്. വാഹനത്തിലുണ്ടായിരുന്ന മറ്റുള്ളവരെ വിദഗ്ധ ചികിത്സകൾക്കായി തേനി, മധുര എന്നിവിടങ്ങളിലെ ആശുപത്രികളിലേക്ക് മാറ്റി. അടുത്ത കാലങ്ങളിലായി ഇവിടെ 5ഓളം അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. കിഴക്കൻ മേഖല ശിവഗിരി തീർത്ഥാടന പദയാത്രയ്ക്ക് കട്ടപ്പനയിൽ സ്വീകരണം നൽകി. ശിവഗിരി മഠത്തിന്റെ ശാഖാശ്രമമായ കുമളി ശ്രീനാരായണ ധർമാശ്രമത്തിൽ നിന്നും ശ്രീമദ് ഗുരുപ്രകാശം സ്വാമികളുടെ നേതൃത്വത്തിലാണ് പദയാത്ര നടക്കുന്നത്. കട്ടപ്പനയിലെത്തിയ പദയാത്രയ്ക്ക് SNDP യോഗം മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ഓരോ തീർത്ഥയാത്രയും ഓരോ സന്ദേശങ്ങളാണ് നൽകുന്നത്. ജാതിയുടെയും മതത്തിന്റെയും മതിൽക്കെട്ടും ചങ്ങലപ്പൂട്ടുകളും പൊട്ടിച്ചുകൊണ്ട് എല്ലാ മനുഷ്യരും ഒന്നാണെന്നും ഏത് വിശ്വാസത്തിൽ ജീവിച്ചാലും ഒരു കേന്ദ്രത്തിലാണ് എത്തുന്നതെന്നുമാണ് പദയാത്രകൾ ഓർമ്മിപ്പിക്കുന്നതെന്ന് ബിജു മാധവൻ പറഞ്ഞു. ഓരോ തീർത്ഥാടന യാത്രയും ഈ സമൂഹത്തിനായി ഓരോ സന്ദേശങ്ങളാണ് നൽകുന്നത്. ജാതിയുടെയും മതത്തിന്റെയും വർഗവർണ്ണ വ്യത്യാസത്തിന്റെയും എല്ലാ മതിൽക്കെട്ടുകളും ചങ്ങലപ്പൂട്ടുകളും പൊട്ടിച്ചുകൊണ്ട് ഇവിടെ എല്ലാ മനുഷ്യരും ഒന്നാണെന്നും ഏത് വിശ്വാസനധിഷ്ഠിതമായി ജീവിച്ചാലും ആ വിശ്വാസിയുടെ ലക്ഷ്യമെല്ലാം ഒരു കേന്ദ്രത്തിലാണ് എത്തി അത് ലയിക്കുന്നത് എന്നൊരു തിരിച്ചറിവ് നൽകുന്നതായി ഓരോ തീർത്ഥയാത്രയും ഈ സമൂഹത്തിന് വിലപ്പെട്ടതായി മാറുന്നു. ഗുരുവിൻ്റെ സന്ദേശങ്ങൾ പഠിക്കാനും അറിയാനും തീർത്ഥാടക ഭക്തജനങ്ങൾക്ക് സാധ്യമാവട്ടെ. ആ പഠിച്ച അറിവുകൾ ഈ സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി പകർന്നു നൽകാനും സാഹചര്യവും സന്ദർഭവും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ തീർത്ഥാടകർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ നന്മകളും പ്രാർത്ഥനയും അർപ്പിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ശിവഗിരി മഠത്തിന്റെ ശാഖാശ്രമമായ കുമളി ശ്രീനാരായണ ധർമാശ്രമത്തിൽ നിന്നും 2008 മുതൽ ശ്രീമദ് ഗുരുപ്രകാശം സ്വാമികളുടെ നേതൃത്വത്തിലാണ് പദയാത്ര നടന്നുവരുന്നത്. കിഴക്കൻ മേഖല പദയാത്ര ഡിസംബർ 20-നാണ് ആരംഭിച്ചത്. പദയാത്രയുടെ 2ാം ദിവസമാണ് കട്ടപ്പനയിലെത്തിയത്. സ്വീകരണ യോഗത്തിൽ മലനാട് SNDP യൂണിയൻ നേതാക്കളായ ബിജു മാധവൻ, വിനോദ് ഉത്തമൻ, പ്രവീൺ വട്ടമല, സന്തോഷ് പാതയിൽ, സുരേഷ് ശ്രീധരൻ ശാന്തികൾ, നിശാന്ത് ശാന്തികൾ എന്നിവർ പങ്കെടുത്തു. അയ്യപ്പൻകോവിൽ ആലടി ഫാമിലി ഹെൽത്ത് സെന്ററിന് പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള ഭൂമി പൊതുമരാമത്ത് വിഭാഗം ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. എറണാകുളം ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ ജോസ്ന കെ ജോസ്, കട്ടപ്പന AE പൊന്നൂസ് ജേക്കബ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. 2016-17 അയ്യപ്പൻകോവിൽ PHCയെ ഫാമിലി ഹെൽത്ത് സെന്ററായി ഉയർത്താൻ പ്രഖ്യാപനം വന്നത്. 2023 5 കോടി രൂപ അനുവദിക്കുകയും ചെയ്തു. എന്നാൽ ഒരേക്കർ ഭൂമിയുണ്ടെങ്കിലും പട്ടയം ഇല്ലാത്തതിനാൽ കെട്ടിടം പണിയാൻ കഴിയാത്ത സ്ഥിതിയുണ്ടായി. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയുടെ ശ്രമഫലമായി കളക്ടർ ഇടപെട്ടു. 1 മാസം മുൻപ് റവന്യൂ സംഘം സ്ഥലം അളന്നു തിരിച്ച പട്ടയ നടപടി തുടങ്ങി. അതിനിടെ ഭൂമിക്ക് പട്ടയം ലഭ്യമാക്കി 2024 മാർച്ചിന് മുൻപ് കെട്ടിടത്തിന്റെ നിർമ്മാണം തുടങ്ങിയില്ലെങ്കിൽ ഫണ്ട് നഷ്ടമാകുമെന്ന മുന്നറിയിപ്പ് എത്തി. പഞ്ചായത്ത് ഭരണസമിതിയും ജില്ലാ ഭരണകൂടവും വീണ്ടും ഇടപെട്ടതോടെയാണ് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കായി എത്തിയതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ പറഞ്ഞു. ആലടി PHC FHC ആക്കുന്നതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് കളക്ടർക്ക് നമ്മൾ ഭരണസമിതിയുടെ തീരുമാനം കൊടുക്കുകയും അതിനുശേഷം കളക്ടർ തഹസിൽദാരെ ഇവിടെ വിട്ട് ഇതിൻ്റെ സർവേറെ വിട്ട് ഇതിൻ്റെ 4 ഇതിൽ അളന്ന് അതിൻ്റെ റിപ്പോർട്ടാക്കി കളക്ടറിൻ്റെ ടേബിളിൽ ഇപ്പോൾ നിലവിലുണ്ട്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് നിന്നും PWയുടെ അടക്കമുള്ളവർ വന്ന് ഇന്ന് ഈ സ്ഥലത്തിന് 4 പരിശോധിച്ച് പോയിട്ടുള്ളതാണ്. അവരത് നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തേണ്ടതെന്നും സ്ഥലത്തിൻ്റെ ഒരു കിടപ്പ് എങ്ങനെയാണെന്ന് നോക്കി പരിശോധിച്ചുകൊണ്ട് മറ്റ് തുടർ നടപടികളിലേക്ക്, അതായത് കെട്ടിടം നിർമ്മാണം ആരംഭിക്കുന്നതിനുള്ള തുടർ നടപടികളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് അവർ പരിശോധനയ്ക്കായിട്ട് വന്നിരിക്കുന്നത്. ആദിവാസി തോട്ടം മേഖലകളടക്കം 3 പഞ്ചായത്തുകളിലെ സാധാരണക്കാർ ആശ്രയിക്കുന്ന ആശുപത്രിയിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിനാണ് PHCയെ ഫാമിലി ഹെൽത്ത് സെന്ററായി ഉയർത്തിയതും ആശുപത്രി വികസനത്തിന് വാഴൂർ സോമൻ MLA 5 കോടി രൂപ അനുവദിച്ചതും. പട്ടയത്തിനുള്ള നടപടിയും പുരോഗമിക്കുകയാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. എറണാകുളം പൊതുമരാമത്ത് ഇൻവെസ്റ്റിഗേഷൻ വകുപ്പ് AE ജോസ്ന കെ ജോസ്, ഓവർസിയർ അശ്വിൻ കൃഷ്ണൻ, കട്ടപ്പന പൊതുമരാമത്ത് വകുപ്പ് AE പൊന്നൂസ് ജേക്കബ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ, മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ എബിൻ എബ്രഹാം, ഡോക്ടർ മേരി വർഗീസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുമോദ് ജോസഫ്, മനു കെ ജോൺ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു.
കുമളി ആനവിലാസം മേപ്പറേട്ട് എസ്റ്റേറ്റ് ലയത്തിലെ മുറിയിൽ നിന്നും മൊബൈൽ ഫോണും പണവും മോഷ്ടിച്ച കേസിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് വീരപാണ്ടി സ്വദേശി തങ്കരാജൻ എന്ന രാജനാണ് അറസ്റ്റിലായത്. ആനവിലാസം മേപ്പറേട്ട് എസ്റ്റേറ്റ് ലയത്തിലെ താമസക്കാരനും തൊഴിലാളിയുമായ അയ്യപ്പന്റെ മൊബൈൽ ഫോണും 8000 രൂപയുമാണ് ചൊവ്വാഴ്ച ഉച്ചയോടെ മോഷ്ടിക്കപ്പെട്ടത്. അയ്യപ്പനും ഭാര്യയും ജോലിക്ക് പോയ നേരത്തായിരുന്നു മോഷണം. തുടർന്ന് കുമളി പോലീസിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് തമിഴ്നാട് വീരപാണ്ടി സ്വദേശി തങ്കരാജൻ എന്ന രാജൻ പോലീസിന്റെ പിടിയിലായത്. മോഷ്ടിച്ചെടുത്ത മൊബൈൽ ഫോൺ ഇയാൾ കട്ടപ്പനയിലെ മൊബൈൽ കടയിൽ വിൽപ്പന നടത്തിയിരുന്നു. മൊബൈൽ കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണമാണ് പ്രതിയെ പിടികൂടാൻ സഹായിച്ചത്. കുമളി ഇൻസ്പെക്ടർ ജോബിൻ ആന്റണിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കട്ടപ്പന ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ വിദ്യാർത്ഥികൾ നിർധന കുടുംബത്തിനായി സമാഹരിച്ച തുക കൈമാറി. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ തുക ഏറ്റുവാങ്ങി. കട്ടപ്പന ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് സോഷ്യൽ പ്രോജക്ടിന്റെ ഭാഗമായും ക്രിസ്തുമസ് പുതുവത്സര സന്തോഷങ്ങൾ മറ്റുള്ളവരിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നിർധന കുടുംബത്തെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങിയത്. അയ്യപ്പൻകോവിലിലെ അസുഖബാധിതനും നിർധനനുമായ വ്യക്തിക്ക് കൈമാറാനാണ് വിദ്യാർത്ഥികൾ തുക സമാഹരിച്ചത്. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ വിദ്യാർത്ഥികൾ സമാഹരിച്ച തുക ഏറ്റുവാങ്ങി. ക്രിസ്മസിനോടനുബന്ധിച്ച് കുഞ്ഞുങ്ങളൊരു സോഷ്യൽ വർക്കിന്റെ ഭാഗമായിട്ട് നിർധരായ രോഗിയായിട്ടുള്ള ഒരാളെ സഹായിക്കുന്നതിന് വേണ്ടി സന്മനസ്സോടുകൂടി വന്നിരിക്കുന്നു. അതോ നമ്മുടെ പഞ്ചായത്തിനകത്തിൽ അയ്യപ്പൻകോവിൽ പഞ്ചായത്തിന്റെ പരിധിയിലുള്ള ഒരു ഡയാലിസിസ് ചെയ്യുന്ന രോഗിക്കാണ് ഇതിൻ്റെ ഈ സഹായം നിങ്ങൾ നൽകുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. ഇതിനു മുന്നിട്ട് വന്ന കുട്ടികളെ പ്രത്യേകമായിട്ട് അനുമോദിക്കുകയാണ്. ഇത് മറ്റുള്ള സ്കൂളുകൾക്കും ഇതിന് മാതൃകയാവട്ടെ. ഇതിനുവേണ്ടി നേതൃത്വം നൽകിയ ടീച്ചർക്കും അതുപോലെ അച്ഛനും മാനേജ്മെൻറ്റിനും എല്ലാവിധ ആശംസകളും എല്ലാവിധ അനുമോദനങ്ങളും അറിയിക്കുന്നതോടൊപ്പം തന്നെ ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലുള്ള ആശംസകളും അറിയിച്ചുകൊണ്ട് സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഫാദർ ബിബിൻ തോമസ്, അധ്യാപക ജോസി ജോസഫ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോമോൻ വെട്ടിക്കാലായിൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുമോദ് ജോസഫ്, മനു കെ ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. ഉപ്പുതറ ചീന്തലാർ സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നിർമ്മിച്ച ഓഡിറ്റോറിയത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മം നടന്നു. സ്കൂൾ മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ വെളിയിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് വെഞ്ചരിപ്പ് കർമ്മം നടന്നത്. ഉപ്പുതറ ചീന്തലാർ സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ജൂബിലി ആഘോഷങ്ങൾ ജനുവരി 4-നാണ് നടക്കുന്നത്. ഇതിന് മുന്നോടിയായി നിർമ്മിച്ച ഓഡിറ്റോറിയത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മമാണ് നടന്നത്. പൂർവ്വ വിദ്യാർത്ഥികൾ, പൊതുജനങ്ങൾ, അധ്യാപകർ എന്നിവരുടെ നേതൃത്വത്തിലാണ് തുക കണ്ടെത്തി ഓഡിറ്റോറിയം നിർമ്മിച്ചത്. നിലവിലെ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുകൾ വശത്ത് 6800 സ്ക്വയർ ഫീറ്റിലാണ് ഓഡിറ്റോറിയം നിർമ്മിച്ചിരിക്കുന്നത്. ഓഡിറ്റോറിയത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മം സ്കൂൾ മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ വെളിയിൽ നിർവഹിച്ചു. അതുപോലെ ടീച്ചർ ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് അധ്യാപകർ സഹകരിച്ചു. അനധ്യാപകർ, കുട്ടികൾ, രക്ഷിതാക്കൾ, PTA, നമ്മുടെ ചാർലി മോട്ടൂർ ചേട്ടൻ്റെ നേതൃത്വത്തിലും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചതുകൊണ്ടും അകമഴിഞ്ഞ് സഹകരിച്ചതുകൊണ്ടുമാണ് ഇതുപോലൊരു ഓഡിറ്റോറിയം നമുക്ക് ലഭിക്കുന്നത്. അവരെല്ലാം അവരുടെ അധ്വാനങ്ങളെയും അവരുടെ കരങ്ങളെയും അവരുടെ ജീവിതത്തെയെല്ലാം കുടുംബത്തെയെല്ലാം അനുഗ്രഹിക്കണമെന്ന് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ജനറൽ കൺവീനർ സുനിൽ KT, പ്രധാനാധ്യാപിക അന്നമ്മ എബ്രഹാം, PTA പ്രസിഡന്റ് ചാർലി മോട്ടൂർ, വൈസ് പ്രസിഡന്റ് റിബി തോമസ്, ഹെഡ്മാസ്റ്റർ N വർഗീസ് തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. അധ്യാപകർ, PTA അംഗങ്ങൾ, വിദ്യാർത്ഥികൾ, അനധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. കുട്ടിക്കാനം IHRD കോളേജ് വിദ്യാർത്ഥികൾ സ്ത്രീധന വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. IHRDയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സ്ത്രീധന വിരുദ്ധ പ്രചാരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പരിപാടി. കോളേജ് പ്രിൻസിപ്പൽ S സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ച പരിപാടി പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയുടെ നേതൃത്വത്തിൽ വിപുലമായ ക്രിസ്മസ് ആഘോഷം നടന്നു. വെള്ളയാങ്കുടി ഇടവക അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസ് ഉമ്മിക്കുന്നേൽ ക്രിസ്മസ് സന്ദേശം നൽകി. ലോകത്തിന് സമാധാനം പ്രദാനം ചെയ്യാനായാണ് യേശുക്രിസ്തുവിന്റെ ജനനം. സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ സമാധാനം ഉണ്ടാകണമെന്നും ഫാദർ ജോസഫ് ഉമ്മിക്കുന്നേൽ പറഞ്ഞു. ക്രിസ്തു തന്റെ ജീവിതത്തിലുടനീളം തന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഈ സമാധാനം തന്നെയാണ്. ഈശോ ജനിക്കുമ്പോൾ മാതാപിതാക്കൾ സമാധാനം ആശംസിക്കുന്നു. ക്രിസ്തു പരിശുദ്ധാനം ചെയ്തു കഴിയുമ്പോൾ തന്റെ ശിഷ്യന്മാരോട് പറയുന്നത് നിങ്ങൾക്ക് സമാധാനമില്ല. ഓരോ പരിശുദ്ധ 3 തവണ നമ്മൾ സമാധാനം ആശംസിക്കുന്നുണ്ട്. ഇതിന്റെ അർത്ഥം നിനക്കും എനിക്കും സന്തോഷത്തോടെ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ക്രിസ്തു നൽകുന്ന സമാധാനം നമ്മൾ സ്വന്തമാക്കേണ്ടതുണ്ട്. ആഘോഷങ്ങൾ കടന്നു പോകുന്നു.
എന്നാൽ ക്രിസ്തുവിന്റെ ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സമാധാനത്തോടെ അയക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഘോഷം. കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയിൽ വിപുലമായ രീതിയിലാണ് ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചത്. ആഘോഷ പരിപാടികളുടെ ഭാഗമായി വിവിധ കലാപരിപാടികളും നടന്നു. ആഘോഷത്തിന്റെ ഭാഗമായി ഡാൻസ്, സ്കിറ്റ്, കരോൾ ഗാനം എന്നിങ്ങനെയുള്ള കലാപരിപാടികളാണ് നടന്നത്. അപ്രതീക്ഷിതമായി എത്തിയ ക്രിസ്തുമസ് പാപ്പയെ ആസ്വാദകർ ഹർഷാരവത്തോടെ സ്വീകരിച്ചു. ഉദ്ഘാടന യോഗത്തിൽ വെച്ച് ആശുപത്രി ഡയറക്ടർ ബ്രദർ ബൈജു വാലുപറമ്പിൽ കേക്ക് മുറിച്ചു. ഡോക്ടർ അനിൽ പ്രദീപ്, ബ്രദർ തോമസ്, ബ്രദർ സിബി, ഫാദർ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. അയ്യപ്പൻകോവിൽ മേരികുളം സെന്റ് മേരീസ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ പരപ്പ് ചാവറഗിരി സ്പെഷ്യൽ സ്കൂളിലും ഉപ്പുതറ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലും ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. JRC, KCSL, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എന്നിവയുടെ നേതൃത്വത്തിലാണ് ആഘോഷ പരിപാടികൾ നടന്നത്. അയ്യപ്പൻകോവിൽ മേരികുളം സെന്റ് മേരീസ് LP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് സ്പെഷ്യൽ സ്കൂളിലും സർക്കാർ ആശുപത്രിയിലും ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചത്. പരപ്പ് ചവറഗിരി സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കൊപ്പം ക്രിസ്തുമസ് കരോൾ അവതരിപ്പിച്ചും കേക്ക് മുറിച്ചും ആഘോഷ പരിപാടികൾ നടത്തി. സ്കൂൾ മാനേജർ ഫാദർ വർഗീസ് കുളമ്പള്ളിയിൽ ക്രിസ്തുമസ് സന്ദേശം നൽകി. ഈ സുന്ദരമായ സന്തോഷകരമായ അനുഗ്രഹപ്രദമായ സമയത്ത് അതിൻ്റെ എല്ലാ ആശംസകളും നേരുവാൻ ഏറെ സന്തോഷമുണ്ട്. നമ്മുടെ സെന്റ് മേരീസ് UP സ്കൂളിലെ കുട്ടികൾ അവരുടെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. തീർച്ചയായിട്ടും കുട്ടികളിൽ ഇത്തരത്തിലുള്ള സന്ദർശനങ്ങളും കർമ്മപരിപാടികളും നല്ല ചിന്തകളും മൂല്യബോധവും നമ്മുടെ ഇടയിലുള്ള പ്രത്യേകമായ നമ്മുടെ ശ്രദ്ധയും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ സ്നേഹവും പരിഗണനയുമെല്ലാം അർഹിക്കുന്നവരെ തിരിച്ചറിയാനും അവരോട് ചേർന്ന് നിൽക്കുവാനുമുള്ള വലിയൊരു ബോധ്യം നൽകുന്ന കർമ്മ പരിപാടിയാണ് ഇത് എന്നതിൽ സംശയമില്ല. ഉപ്പുതറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ആതുര സേവകർക്കും ക്രിസ്തുമസ് കേക്ക് പങ്കുവച്ചും ക്രിസ്തുമസ് ഗാനം ആലപിച്ചും ആഘോഷ പരിപാടികൾ നടത്തി. JRC, KCSL, സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെയും ആഭിമുഖ്യത്തിലാണ് ആഘോഷ പരിപാടികൾ നടന്നത്. സ്കൂൾ ഹെഡ്മാസ്റ്റർ ജോസഫ് മാത്യു, PTA പ്രസിഡന്റ് ബിജോമോൻ മാത്യു എന്നിവർ നേതൃത്വം നൽകി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പപ്പായ കൃഷിയിലൂടെ മികച്ച വരുമാനം കണ്ടെത്തുകയാണ് തൊടുപുഴ നെടിയശാല സ്വദേശിയായ കർഷകൻ സാജൻ. വിദേശ ജനുസിൽപ്പെട്ട റെഡ് ലേഡി പപ്പായ കൃഷിയാണ് സാജന് മികച്ച വരുമാനം നേടിക്കൊടുക്കുന്നത്. പപ്പായ മാത്രമല്ല, വർഷം മുഴുവൻ വിളവ് തരുന്ന ആയൂർ ജാക്ക് പ്ലാവുകളും നാരകവുമൊക്കെ സാജന്റെ കൃഷിയിടത്തിൽ സമൃദ്ധമായി വളരുന്നു. നെടിയശാല സ്വദേശിയായ സാജന്റെ 3.5 ഏക്കറോളം വരുന്ന കൃഷിയിടത്തിലെ ഏറ്റവും പ്രധാനം റെഡ് ലേഡി ഇനത്തിൽപ്പെട്ട പപ്പായയാണ്. റബ്ബർ മരങ്ങൾ മുറിച്ചു മാറ്റിയ ശേഷം ആരംഭിച്ച ഈ കൃഷിയിലൂടെ മികച്ച വരുമാനമാണ് സാജൻ നേടിയിരിക്കുന്നത്. ഏകദേശം 5 വർഷങ്ങൾക്ക് മുൻപ് കാലടിയിലെ സർക്കാർ ഫാമിൽ നിന്നാണ് തൈകൾ വാങ്ങിയത്. ശരിയായ രീതിയിൽ നട്ടുപരിപാലിച്ചാൽ 8 മാസത്തിനുള്ളിൽ വിളവെടുക്കാനാകുമെന്ന് സാജൻ പറയുന്നു. ഞാൻ നെടിശാലയിൽ എൻ്റെ കൃഷിയിടത്തിൽ ഒരു 500 റെഡ് ലേഡി പപ്പായ കൃഷി ചെയ്തു. പപ്പായ തൈ വാങ്ങിച്ചത് കാലടി സർക്കാരിൻ്റെ ഫാമിൽ നിന്നാണ് മേടിച്ചത്. ഒരു തൈക്ക് 40 രൂപ വിലയാണ്. ഒരു 6 അടി അകലത്തിൽ ആണ് ഇത് നട്ടത്. 4-5 മാസമായപ്പോഴത്തേക്കും ഇത് പൂവായി. ഒരു 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 8-ാം മാസത്തിൽ കായായി. 9 മാസമായപ്പോഴത്തേക്കും കാ പറിക്കാൻ തുടങ്ങി. നല്ല വിളവാണ്. മാർക്കറ്റിൽ 25 രൂപ വില കിട്ടും. തൊടുപുഴ കാഴ്സിലാണ് കായ കൊടുക്കുന്നത്. വളരെ ലാഭകരമായ ഒരു ബിസിനസ്സാണ്. നമുക്ക് കൂടുതൽ മുതൽ മുടക്ക് കുറവാണ്, ലാഭം കൂടുതലാണ്. ഒരു പപ്പായയിൽ
ശരാശരി 4, 4.5, 5 കിലോ വരെയുള്ള തൂക്കമുള്ള കായ ഉണ്ടായിട്ടുണ്ട്. ഇത് മാർക്കറ്റിൽ ഇതിന് നല്ല ഡിമാൻഡാണ്. വിദേശ ഇനമായ റെഡ് ലേഡി മൂത്തു പഴുത്താൽ അതിന്റെ ഉൾവശം ചുവപ്പാണ്. ഇതായിരിക്കാം റെഡ് ലേഡി എന്ന പേരിന് കാരണവും. ഏകദേശം 2.5 മീറ്ററോളം ഉയരമുള്ള ഈ ചെടിയുടെ അടിമുതൽ മുടിവരെ പപ്പായ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച വളരെ മനോഹരമാണ്. പപ്പായയ്ക്ക് പുറമെ പ്ലാവ്, റംബൂട്ടാൻ, തെങ്ങ്, നാരകം തുടങ്ങി വിവിധ ഇനങ്ങൾ സാജന്റെ കൃഷിയിടത്തിലുണ്ട്. തന്റെ കൃഷിയിടത്തിലെ ഒരു നാരകത്തിൽ നിന്നു മാത്രം ഈ വർഷം 25,000 രൂപയോളം വരുമാനം ലഭിച്ചതായും സാജൻ പറയുന്നു. നാരകം, വടുകപ്പുളി നാരകം അത് ബഡിനാണ്. ഈ വർഷം 22 രൂപ, 22,000 രൂപ ഓരോ നാരകത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതുകൂടാതെ ആയുർജാക്ക് ഇനത്തിൽപ്പെട്ട പ്ലാവും കൃഷി ചെയ്തിട്ടുണ്ട്. പ്ലാവ് നട്ടിട്ട് 8 മാസം കഴിഞ്ഞേ ഉള്ളൂ. ഇപ്പം ചക്ക ആയി കഴിഞ്ഞു. ഈ ചക്ക നല്ല രുചിയുള്ള ചക്കയാണ്. ഈ പ്ലാവും കാലടിയിൽ നിന്നാണ് വാങ്ങിച്ചത്. മറ്റേ റംബൂട്ടാനുണ്ട്. ഡീൻഡൂറ്റ് തെങ്ങൊരു 60 എണ്ണം കൃഷി ചെയ്തിട്ടുണ്ട്. അത് കായ്ച്ചു തുടങ്ങി. 3.5 വർഷമായപ്പോഴത്തേക്കും തെങ്ങ് കായ്ച്ചു തുടങ്ങി. പതിറ്റാണ്ടുകളായി ചെയ്തു വന്നിരുന്ന കൃഷിരീതിയിൽ നിന്നും വ്യത്യസ്തമായി ബഡ് ചെയ്തെടുക്കുന്ന ഹൈബ്രിഡ് തൈകളാണ് ഇവിടെയുള്ളതിൽ ഭൂരിഭാഗവും. ഇതിനു പുറമെ അധികം ഉയരവും ശിഖരങ്ങളുമില്ലാതെ കുറഞ്ഞ കാലയളവിനുള്ളിൽ കായ്ച്ചു തുടങ്ങുന്നതുമായ ഇനത്തിൽപ്പെട്ട ആയുർചാക്ക് എന്ന പ്ലാവുകളും ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്. ശരിയായ രീതിയിൽ പരിപാലിച്ചാൽ 1 വർഷം കൊണ്ട് കായ്ക്കുന്ന ഇവ 12 മാസവും വിളവ് തരും. റംബൂട്ടാൻ ഒരു 60 റംബൂട്ടാൻ വെച്ചിട്ടുണ്ട്. 14 വർഷം ആയതുകൊണ്ട് 1 വർഷം ആയതുണ്ട്. മറ്റ് കൃഷി പറഞ്ഞാൽ ഞാവൽ വെച്ചിട്ടുണ്ട്, മാങ്കോസ് ഉണ്ട്. നേരത്തെ മുതൽ ഉണ്ടായിരുന്ന റംബൂട്ടാൻ മരങ്ങൾക്ക് പുറമെ N18 ഇനത്തിൽപ്പെട്ട പുതിയ ഇനം തൈകൾ കൂടി ഇവിടെ നട്ടിട്ടുണ്ട്. കൂടാതെ ഹൈബ്രിഡ് തെങ്ങിൻ തൈകളാണ് ഈ പുരയിടത്തിൽ ഏറെ എന്നതും മറ്റൊരു പ്രത്യേകത. കൃഷിയും കാർഷിക മേഖലയും നിരവധിയായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ പോലും കാർഷിക മേഖല തന്നെയാണ് സാജന്റെ പ്രധാന വരുമാന മാർഗം. തികച്ചും ശാസ്ത്രീയമായ രീതിയിൽ മികച്ച പരിപാലനവും ശ്രദ്ധയും നൽകിയാൽ മണ്ണിൽ പൊന്നു വിളയിക്കാൻ കഴിയുമെന്ന് ഈ കർഷകൻ സ്വന്തം അനുഭവത്തിലൂടെ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. സുഗന്ധഗിരി സ്പൈസസ് പ്രൊമോട്ടേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 245, വിൽപ്പനയ്ക്ക് വന്നത് 72,190, വിൽപ്പന നടന്നത് 71,161, കൂടിയ വില 2,454, ശരാശരി വില 1,652. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 583 രൂപ, ഏലം കൂടിയ വില 1,600, ഏലം ശരാശരി വില 1,300. കാപ്പിപ്പരിപ്പ് 235, ഗ്രാമ്പു 960, കൊക്കോ 55, റബ്ബർ 140. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 5,775 രൂപ, വെള്ളി 79. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എന്താണ് പാചകകല? പാചകകലയല്ല, പാലാട്ടിന്റെ കലയാണ്. ശുദ്ധമായ ചേരുവകൾ ചേർത്ത് പാരമ്പര്യ കല. പാലാട്, രുചി ലോകത്തെ സമ്രാട്ട്. യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ജലപീരങ്കി പ്രയോഗിച്ചത് പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ മാർച്ചിനിടെ MLAയും CPMനെയും പോലീസിനെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ. തൊടുപുഴ മൂലമറ്റത്ത് മാതാപിതാക്കളെ വെട്ടിക്കൊന്ന മകനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മൂലമറ്റം സ്വദേശി കുമാരൻ, ഭാര്യ തങ്കമ്മ എന്നിവർ വെട്ടേറ്റു മരിച്ചത് ബുധനാഴ്ച.
ഇവരുടെ മകൻ അജേഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോലീസ് അന്വേഷിക്കുന്നതിനിടെ പെൻഷൻ മുടങ്ങിയതിനെതിരെ യാതനാ സമരത്തിനിറങ്ങിയ അടിമാലി സ്വദേശിനി മറിയക്കുട്ടി നൽകിയ ഹർജിയിൽ സർക്കാരിനെ വിമർശിച്ച് ഹൈക്കോടതി. മറിയക്കുട്ടിക്ക് പെൻഷൻ നൽകിയേ തീരുവെന്ന് കോടതി പറഞ്ഞു. പണം കൊടുക്കാൻ വയ്യെങ്കിൽ മരുന്നിന്റെയും ആഹാരത്തിന്റെയും ചെലവെങ്കിലും കൊടുക്കൂവെന്നും ഹൈക്കോടതി. കാഞ്ചിയാർ അഞ്ചുരുളിയിൽ സ്വകാര്യ വ്യക്തി അവകാശവാദം ഉന്നയിച്ച സർക്കാർ ഭൂമിയിലെ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കി. നിർമ്മിതികൾ പൊളിച്ചു മാറ്റിയത് ജല അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ. അതേസമയം കോടതി നിർദ്ദേശം ലംഘിച്ചാണ് ഉദ്യോഗസ്ഥർ കെട്ടിടങ്ങൾ പൊളിച്ചതെന്നും ആരോപണം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.